ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു കമൻറ്റാണിത്. നമുക്ക് എങ്ങനെ വണ്ണം വയ്ക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നീ അവിടെ ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഒന്ന് വേഗം സപ്പോർട്ട് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് പറ്റുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇന്നത്തെ ലിപ്സ്റ്റിക് അപ്ഡേറ്റ് വന്നിട്ട് ഞാൻ ഇതൊരു വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ പുറമേ ഷൂട്ട് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോയിലുള്ള ലിപ്സ്റ്റിക് ആണെങ്കിൽ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം. ഇനിയിപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലോ, ഇത് സ്റ്റേ ക്വിക്കിയുടെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൻ്റെ റേഞ്ചസിലുള്ളതാണ് കേട്ടോ. ഞാൻ രണ്ട് യൂസ് ചെയ്തേക്കണേ. രണ്ട് അതുപോലത്തെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സിൻ്റെ സംഭവങ്ങളാണ് ചെയ്തേക്കണേ. ഫസ്റ്റ് തന്നെ ഒരു റെഡ് കളറാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് 27 ആട്ടോ ഷെയ്ഡ്. പ്രിൻസസ് വിത്ത് ഹോട്ട്നെസ് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും. പിന്നെ ഒരെണ്ണം ഇൻവൈറ്റ് മീ ടു ബൈറ്റ് യു 52. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂഡായിട്ടുള്ള ഒരു കളറാണ്. ഒരു ന്യൂഡ് ഫോക്കസ് ബേബി. ഓക്കെ, ഒരു ന്യൂഡായിട്ടുള്ള ഒരു കളറാണ്. സോറി. പിന്നെ വേറെ എന്ന് വെച്ചാൽ റെഡ്. ആദ്യം ഞാൻ റെഡ് ചെയ്തിട്ട് റെഡിന് പുറമേ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു കളർ വരും. കണ്ടോ, നല്ലൊരു റെഡാണ്. ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഒരു റെഡാണ്. നല്ല അടിപൊളി റെഡാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലിപ്സ്റ്റിക്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് റീസൺസ് പറയാം എന്തുകൊണ്ടാണ് നമുക്ക് തടി വയ്ക്കാത്തത് എന്നുള്ളതിൻ്റെ റീസൺസ് കുറച്ച് പറയാം. ഫസ്റ്റ് വൺ ലൈഫ് സ്റ്റൈലായിരിക്കും. അതായത് നമ്മൾ തുടർന്ന് കൊണ്ടുപോകുന്ന നമ്മുടെ ജീവിത രീതിയായിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ഇപ്പോൾ രാവിലെ നമ്മൾ സ്കിപ്പ് ചെയ്യില്ലേ, നമുക്ക് പെട്ടെന്ന് നമുക്ക് പോകണം. ഇപ്പോൾ സ്കൂളിൽ പോകാനാണെങ്കിലും കോളേജിൽ പോകാനാണെങ്കിലും ഓഫീസ് പോകാനാണെങ്കിലും ഒക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടാണ് ഓടുക. പിന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും ലഞ്ചൊക്കെ ആണെങ്കിലും എത്ര പേരെ ലഞ്ചൊക്കെ ടൈം കറക്റ്റായിട്ട് കഴിക്കുക. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫുഡ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർ വെയിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് നമുക്ക് വെയിറ്റ് കുറഞ്ഞ് നമുക്ക് വണ്ണം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാണ്ട് പോകുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടേണ്ട കാലറീസിൻ്റെ അളവ് കുറയും. അങ്ങനെ കാലറീസിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മളിങ്ങനെ വണ്ണം കുറയാം. പിന്നെ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടാവുമായിരിക്കാം, പക്ഷെ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് ആയിരിക്കില്ല. അതായത് നല്ല ഫാറ്റ് കണ്ടൻറ്റ് ഉള്ളതും കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ളതും എല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ വേണം നമ്മൾ കഴിക്കാനായിട്ട്. അല്ലാണ്ട് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ പോരാ. നമ്മുടെ ശരീരത്തിന് എന്താണ് ആവശ്യമായിട്ടുള്ള സംഭവം തന്നെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. പിന്നെ ഒരു പ്രശ്നമാണ് നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യുക, പക്ഷേ എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നമുക്ക് വണ്ണം കുറയാനായിട്ട് അണ്ടർ വെയിറ്റ് ആവാനായിട്ട് സാധ്യതയുള്ള ഒരു സംഭവമാണ്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അണ്ടർ വെയിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് ആണ്, ഇല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡ് ഉണ്ട്, അങ്ങനെയുള്ള ഓരോ അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ മെലിയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു റീസണാണ് ജനറ്റിക്. നമുക്ക് ജനറ്റിക്കായിട്ട് ചിലവർ പാരമ്പര്യമായിട്ട് തന്നെ വണ്ണം കുറഞ്ഞിട്ടുള്ള ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ പേടിക്കണ്ട. കാരണം അവരുടെ ബോഡി ഹെൽത്തി ആയിരിക്കും, പക്ഷെ വണ്ണം ഇല്ല എന്ന് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അവരുടെ ബോഡി ഹെൽത്തി ആയിരിക്കും. അതായത് ഒരു മനുഷ്യന് വേണ്ടത്ര സംഭവങ്ങളെല്ലാം തന്നെ അവർക്ക് ഉണ്ടാവും. അതായത് ഹെൽത്തി ബോഡി ആയിരിക്കും, പക്ഷെ കാണുമ്പോൾ ചിലപ്പോൾ മെലിഞ്ഞിരിക്കുന്നുള്ളൂ, അവർക്ക് ബോൺ വെയിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു റീസൺ ആയിരിക്കും സ്ട്രെസ്സ്, ഡിപ്രഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മെലിയാണ്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ വലിയില്ല. അപ്പോൾ അതും ഒരു വണ്ണം കുറയാനുള്ള ഒരു റീസണാണ്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ടിപ്സ് പറയാം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വണ്ണം കൂട്ടാനായിട്ട് പറ്റാമെന്ന്. ഫസ്റ്റ് നമ്പർ 1 ടിപ്പാണ്, നമുക്ക് തൈരില്ലേ, നല്ല കട്ട തൈര് എടുക്കുക. കട്ട തൈരിലോട്ട് പഞ്ചസാര ഇല്ലെങ്കിൽ തേൻ ആഡ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തിട്ട് രാവിലെ എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിൽ കഴിക്കുക. അങ്ങനെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കളർ വരും. കാരണം നന്നായിട്ട് തുടുത്ത് നല്ല രസമായിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വണ്ണം വയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നെയ്യ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ അതും നമുക്ക് വണ്ണം വയ്ക്കാനായിട്ടുള്ളൊരു കാരണമാകും. പിന്നെ വേറെ അടുത്തൊരു ടിപ്പ്, നമുക്ക് വെണ്ണ ഉണ്ടാവില്ല, അതായത് പാലിൽ നിന്ന് കടഞ്ഞിങ്ങനെ എടുക്കണ വെണ്ണ, ആ വെണ്ണ അതുപോലെ പാല്, പഞ്ചസാര, തേൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഷെയ്ക്ക് മാതിരി കഴിക്കുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വണ്ണം വയ്ക്കാനായിട്ട് നല്ല അടിപൊളി ഒരു റെമഡിയാണ്. പിന്നെ വേറൊരു റെമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുക്കുക. പച്ചവെള്ളം
കരിക്കില്ല എന്നുണ്ടെങ്കിൽ കരിക്കാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. ഇനിയിപ്പോൾ കരിക്കില്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉലുവയില്ലേ, നമ്മൾ വയറുവേദനയൊക്കെ വരുമ്പോൾ കഴിക്കില്ലേ ഉലുവയുടെ വെള്ളം, അതുപോലെ ആ ഉലുവ എടുക്കുക. അതായത് നമുക്ക് ഒരു കൈയിൽ പിടിക്കാൻ പറ്റണ അത്ര ഉലുവ എടുക്കുക. അതിന് ശേഷം ആ വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് രാവിലെ വരെ ഇട്ട് വെക്കുക. അപ്പോൾ കുതിർന്ന് വരുമല്ലോ, കുതിർന്ന് വന്ന് കഴിയുമ്പോഴുള്ള ആ ഒരു വെള്ളം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് വണ്ണം വെക്കാനായിട്ടും നമ്മുടെ ഭംഗി കൂടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അതായത് ചിലവർക്ക് ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്, നല്ലൊരു മെഡിസിനാണ്. കാരണം വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മെലിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു റെമഡിയാണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ് ഒരു റെമഡിയാണ്, നമ്മൾ കുറച്ച് ഈന്തപ്പഴം എടുക്കുക. ഈന്തപ്പഴം നമുക്ക് വണ്ണം വയ്ക്കാനും അതുപോലെ തന്നെ നല്ല കളർ വരാനും ഗേൾസിൻ്റെ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ ഈ ഒരു ഈന്തപ്പഴമാണ്. ഏറ്റവും ബെസ്റ്റാണ്, നമ്മുടെ ബ്ലഡ് ഇൻക്രീസ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് ഈന്തപ്പഴം നമ്മൾ കുറച്ച് തേനെടുക്കുക. തേനിനകത്ത് ഈന്തപ്പഴം ഇങ്ങനെ നമ്മൾ കുരു കളഞ്ഞിട്ട് അത് അതിനകത്ത് ഇട്ട് വയ്ക്കുക. കുറച്ചധികം തേനെടുത്തിട്ട് നമുക്ക് എന്തോരമാണ് ഈന്തപ്പഴം വേണ്ടതെന്ന് വെച്ചാൽ അത് അതിനകത്ത് ഇട്ട് വയ്ക്കുക. അതിന് ശേഷം നന്നായിട്ട് വെയിലുണ്ടാവില്ലേ, അപ്പോൾ വെയിലത്ത് വെളിയിൽ കൊണ്ട് വയ്ക്കുക. അപ്പോൾ ആ വെയിൽ കൊണ്ടിട്ട് നമുക്ക് ഈ ഒരു തേൻ നമ്മുടെ ഈന്തപ്പഴത്തിൽ അങ്ങോട്ട് പിടിക്കുക. അതായത് ഒരു ഡ്രൈ ആവുന്ന രീതിയിലാവുക. അങ്ങനെ ആക്കിയതിന് ശേഷം നമ്മൾ ഇത് രാവിലെയും രാത്രിയായിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 വെച്ചിട്ട് കഴിക്കുകയെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും, സൂപ്പറായിരിക്കും. പിന്നെ വേറൊരു റെമഡിയാണ് നമ്മുടെ ഏത്തപ്പഴമില്ലേ, അതായത് നേന്ത്രപ്പഴം. ആ പഴം ചെറിയ രീതിയിൽ കട്ട് ചെയ്യുക. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് തോന്നുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സംഭവം. നമ്മൾ കഴിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ണം വയ്ക്കും. നെയ്യിലൊക്കെ ഇട്ട് കഴിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കും. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഇത് പഞ്ചസാരയിൽ ചുമ്മാ ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. പഞ്ചസാരയിൽ ഇല്ലെങ്കിൽ കുറച്ച് തേനിലാണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ജസ്റ്റ് നമ്മൾ നെയ്യിലിട്ട് വറുക്കുക. നെയ്യിലിട്ട് വറുത്തതിന് ശേഷം ചുമ്മാ കഴിക്കുക. നല്ല ടേസ്റ്റുമാണ്, നമുക്ക് വണ്ണം വയ്ക്കാനായിട്ട് അടിപൊളിയാണ്. പിന്നെ ഏറ്റവും നല്ലൊരു റെമഡിയാണ് നമ്മുടെ പീനട്ട് ഇല്ലേ, അതായത് എനിക്ക് പറയുക അറിയില്ല, കപ്പലണ്ടി എന്നാണ് ഇവിടെയൊക്കെ പറയുക, പക്ഷേ എല്ലായിടത്തും എന്താ പറയുക അറിയില്ല. പീനട്ട് നമ്മൾ കഴിക്കുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫാറ്റ് നന്നായിട്ട് വണ്ണം വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് കുറവുള്ള ആളുകൾക്ക് ബ്രസ്റ്റൊക്കെ വയ്ക്കാനായിട്ട് നല്ലതാണ് ഈ പീനട്ട് കഴിക്കുകയെന്നുണ്ടെങ്കിൽ. പീനട്ട് ജാമൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല, അപ്പോൾ ചുമ്മാ ബ്രെഡിൽ തേച്ചിട്ട് ജാം കഴിച്ചിരുന്നെങ്കിൽ മതി. പിന്നെ ഈ പരിപ്പ് അടങ്ങിയിട്ടുള്ള വർഗ്ഗങ്ങൾ, അതായത് പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളില്ല, അങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കുക. പൾസസ് കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വണ്ണം വയ്ക്കും. ഈ ചീരയുടെ കൂടെ പരിപ്പിട്ടിട്ട് നെയ്യിൽ പരിപ്പ് താളിച്ച് തോരൻ ഉണ്ടാക്കി, എനിക്കറിയില്ല എല്ലാവരും എങ്ങനെ ഉണ്ടാക്കുമെന്ന്. അപ്പോൾ അങ്ങനെ ആ സംഭവം ഉണ്ടാക്കി കഴിക്കുകയെന്നുണ്ടെങ്കിൽ വണ്ണം വയ്ക്കും, അടിപൊളിയായിട്ട് വണ്ണം വയ്ക്കും. കാരണം നന്നായിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുക. കൂടുതൽ ചോറൊക്കെ അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗോതമ്പ് ഐറ്റംസൊക്കെ മാറ്റിയിട്ട് അരി ഐറ്റംസൊക്കെ കഴിക്കുക. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നല്ലതായിരിക്കും. അതുപോലെ മുട്ടയൊക്കെ കഴിക്കാനായിട്ട് നോക്കുക. മുട്ട കഴിക്കുമ്പോൾ ഫുള്ളായിട്ടുള്ള മുട്ട കഴിക്കുക, അതിനകത്തുള്ള സംഭവങ്ങൾ ഫുള്ള് കഴിക്കുക. കൂടുതലായിട്ട് നേന്ത്രപ്പഴം കഴിക്കാൻ നോക്കുക, അതൊക്കെ നല്ലതാണ്, നമ്മുടെ ഹെൽത്തിയാണ്, പെട്ടെന്ന് വണ്ണം വയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. പിന്നെ പാല് കുടിക്കാനായിട്ട് നോക്കുക, പാല് കുടിക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഇനി കുറച്ച് ടിപ്സ് പറയാം, അതായത് ഫുഡ് ഐറ്റംസ് അല്ലാണ്ടുള്ള കുറച്ച് ടിപ്സ് പറയാം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോണതിന് തൊട്ട് മുന്നേയായിട്ട് ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കുക. ചിലവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെള്ളം കുടിക്കില്ലേ, അപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും വെള്ളം കഴിക്കാതെ നോക്കുക. അതുപോലെ കഴിച്ച് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടും വെള്ളം കുടിക്കാതെ നോക്കുക. നമ്മൾ ഫുൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വേണം വെള്ളം കുടിക്കാനായിട്ട്. അങ്ങനെ അറിയാമായിരിക്കുമല്ലോ, എല്ലാവരും പറയുമല്ലോ, നമ്മൾ ഫുൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം വെള്ളം കുടിക്കുക. കാരണം ആദ്യമേ നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇടയിലാണെങ്കിലൊക്കെ നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക വെച്ചാൽ നമ്മുടെ വയറ് ഓൾറെഡി ഫില്ലായിപ്പോവും, വെള്ളം കൂടി ചെന്ന് ഫില്ലായിപ്പോൾ. അപ്പോൾ നമുക്ക് അത്രയും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ വെള്ളം ഏറ്റവും ലാസ്റ്റ് കുടിക്കാനായിട്ട് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പാല് കുടിക്കാൻ നോക്കുക. രാത്രി കിടക്കണതിന് മുന്നേ ആയിട്ട് പാല് കുടിക്കാനായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ ഒരു ഷെയ്ക്കായിട്ട് നമുക്ക് കുടിക്കുന്നത് നല്ലതാണ്. നല്ല തണുപ്പിച്ചിട്ടുള്ള പാലെടുക്കുക. പാലിലോട്ട് നമ്മൾ കുറച്ച് ഓട്സ് ഇടുക. ഓട്സ്, പിന്നെ കുറച്ച് പഴം, എന്തെങ്കിലും നേന്ത്രപ്പഴം വേണമെന്നില്ല, റോബസ്റ്റ് ആണെങ്കിലും മതി. പഴം ഇടുക, കുറച്ച് ഈന്തപ്പഴം ഇടുക. അതുപോലെ തേനുണ്ടെങ്കിൽ തേനും കുറച്ചും കൂടി ഇടുക. അതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നമുക്ക് മിക്സിയിലിട്ട് നല്ലൊരു സ്മൂത്തി പോലെ ആക്കിയതിന് ശേഷം നല്ല ഷെയ്ക്കായിട്ട് കുടിക്കുകയെന്നുണ്ടെങ്കിൽ വണ്ണം വയ്ക്കാൻ സൂപ്പറാണ്. നന്നായിട്ട് വണ്ണം വയ്ക്കുകയും ചെയ്യും, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ രാത്രി പാല്, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഷെയ്ക്കായിട്ട് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പാലാണെങ്കിലും രാത്രി പാല് കുടിച്ചിരുന്നാലും മതി. പിന്നെ നമ്മൾ കൂടുതലായിട്ട് രാത്രിയിൽ കഴിക്കുന്ന ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. രാത്രി ഒരുപാട് ഫുഡ് കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്ന വണ്ണം കുറയ്ക്കണം ഉള്ള ആളുകളാണെങ്കിൽ രാത്രിയിലത്തെ ഫുഡ് കുറയ്ക്കുക. പിന്നെ ഇതെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അതായത് ഇപ്പോൾ ഫുഡ് നമ്മൾ ഒട്ടും കഴിക്കാതിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇത്ര ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം അവരുടെ വയറിൽ അത്ര സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി വരിക. ഇപ്പോൾ നമ്മൾ 2 സ്പൂൺ ചോറൊക്കെയാണ് കഴിക്കണമെങ്കിൽ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ 3 സ്പൂൺ ആക്കുക. അങ്ങനെ കൂട്ടി കൊണ്ടുവരാം. അങ്ങനെയാണ് നമുക്കത് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. ഒറ്റയടിക്ക്
എന്താ ഫുള്ള് ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല. പിന്നുള്ളൊരു എന്താ ട്രിക്കാണ് നമ്മൾ കഴിക്കുന്ന പാത്രം കുറച്ച് വലിയ പാത്രത്തിൽ കഴിക്കുക. നമ്മൾ വലിയ പാത്രത്തിൽ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറാണെങ്കിൽ ഫുഡ് എന്താണെങ്കിലും ഫുഡ് കുറച്ചുള്ളതായിട്ട് തോന്നും. അപ്പോൾ നമ്മളത് മുഴുവനായിട്ട് കഴിക്കും. ഇപ്പോൾ ചെറിയ പാത്രത്തിൽ തിങ്ങി നിറഞ്ഞിപ്പോൾ കുറച്ച് സംഭവം ഉള്ളെങ്കിലും നമ്മൾ തിങ്ങി നിറഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുപാടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഒരു വലിയ പാത്രത്തിൽ വെച്ച് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തുടങ്ങുകയെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പ്രോട്ടീൻസ് ഉള്ള ഫുഡ് കഴിക്കാൻ നോക്കും. ഇപ്പോൾ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെജിറ്റബിൾസ് ലാസ്റ്റിലോട്ട് വയ്ക്കാൻ. ആദ്യമേ നമുക്ക് നമുക്ക് ഒരുപാട് പ്രോട്ടീൻ കണ്ടൻറ്റും അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഒക്കെ ആയിട്ടുള്ള ഫുഡ് ആദ്യമേ തന്നെ കഴിക്കാനായിട്ട് നോക്കുക. അതിന് ശേഷം വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ശേഷം കഴിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല രീതിയിൽ ഉറങ്ങുക. നമുക്ക് ഉറക്കമില്ലെങ്കിൽ തന്നെ നമ്മൾ മെലിയാനായിട്ട് തുടങ്ങും. നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഇന്നീ പറഞ്ഞിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നോക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വണ്ണം വയ്ക്കും. കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വണ്ണം വയ്ക്കാനായിട്ട് ഇതൊക്കെ തന്നെ ധാരാളം. നല്ല ഫ്രീ ആയിട്ട് ഇരിക്കുക, ഒരുപാട് ടെൻഷനൊന്നും വേണ്ട, അടിച്ച് പിടിച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് വണ്ണം വയ്ക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ കൂടെ ഒന്ന് പറയാം. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.